റൈറ്റ്. കേസിന്റെ ശിക്ഷാവിധിയിന്മേലുള്ള വാദപ്രതിവാദത്തിനിടെ കോടതി ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുക കൂടി ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുറഞ്ഞ ശിക്ഷ നൽകണമെന്ന പ്രതികളുടെ അഭിഭാഷകന്മാരുടെ വാദം, ആ വാദം കേൾക്കുകയാണ്. കുറ്റകൃത്യത്തിൽ സാന്നിധ്യമുണ്ടായെന്ന നിയമതത്വം ബാധകമാകുമെന്ന് കോടതി പ്രതിഭാഗത്തെ ഓർമ്മിപ്പിക്കുന്നു. ജോയിന്റർ പ്രിൻസിപ്പിൾ, ജോയിന്റ് ലയബിലിറ്റി എന്നീ വാക്കുകളാണ് കോടതി ഉപയോഗിക്കുന്നത്. ഒന്നാം പ്രതിയും എട്ടാം പ്രതിയും തമ്മിലുള്ള ഗൂഢാലോചന തെളിയിക്കാനായില്ലെങ്കിൽ ബാക്കി പ്രതികൾക്ക് എങ്ങനെ ബാധകമാകുമെന്നാണ് പ്രതിഭാഗത്തിന് അഭിഭാഷകരുടെ ചോദ്യം. അതേസമയം തന്നെ കുറഞ്ഞ ശിക്ഷ നൽകണമെന്ന് ഓരോ പ്രതികളുടെയും അഭിഭാഷകർ കോടതിയിൽ വാദിക്കുന്നു. റിമാൻഡ് കാലാവധി ശിക്ഷയിൽ നിന്ന് കുറയ്ക്കണം എന്ന് പ്രതിയായ മണികണ്ഠന്റെ അഭിഭാഷകൻ വാദിക്കുന്നു. കേസ് തുടങ്ങിയ കാലം മുതൽ അനാവശ്യ കാര്യങ്ങൾ നിക്ഷിപ്ത താല്പര്യത്തിന്റെ പേരിൽ കോടതിക്കകത്തും പുറത്തുമായി പലരും ഉന്നയിച്ചു എന്നൊരു ആരോപണം കോടതി ഈ വാദപ്രതിവാദത്തിനിടെ ഉന്നയിക്കുന്നു. കമന്റ് പറയണം എന്ന് നിർബന്ധമുള്ള എല്ലാവരും കോടതി വിധി വായിച്ച ശേഷമാകണം അത് എന്ന് ഓർമ്മിപ്പിക്കുന്നു കോടതി. അഭിപ്രായം പറയാൻ താല്പര്യമുള്ളവർ വിധിന്യായം വായിക്കണമെന്നാണ് കോടതി പരാമർശിക്കുന്നത്. നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള ഉത്തരം വിധിന്യായത്തിൽ ഉണ്ടാകും എന്നും കോടതി ഓർമ്മിപ്പിക്കുന്നു. അതായത് നേരത്തെ ചൂണ്ടിക്കാട്ടപ്പെട്ട ഈ കോടതി വിധിയെക്കുറിച്ചുള്ള സംശയം സമൂഹത്തിൽ വ്യാപകമായി ഉയരുകയും ഒരു ഊമക്കത്ത് അഭിഭാഷക അസോസിയേഷൻ ലഭിക്കുകയും അഭിഭാഷക അസോസിയേഷൻ അത് ഹൈക്കോടതിക്ക് കൈമാറുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ കോടതി ഈ വാദപ്രതിവാദത്തിനിടയ്ക്ക് ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. ഹണിയം വർഗീസിന്റെ ഭൂതകാലം തിരയേണ്ടവർ തിരഞ്ഞോളൂ, പക്ഷേ കോടതിയുടെ പ്രവർത്തനത്തെ ബാധിക്കുന്ന പ്രവർത്തനം ഉണ്ടാകരുത് എന്ന് തുടക്കത്തിൽ കോടതി കർശന താക്കീത് നൽകിയിരുന്നു. 5-6 പ്രതികളുടെ അഭിഭാഷകർ പരമാവധി ശിക്ഷ കുറച്ചു നൽകണം എന്ന് വാദിച്ചു. ജയിലിൽ കിടന്ന കാലയളവ് പരിഗണിക്കണമെന്ന അഭ്യർത്ഥനയും കോടതിക്ക് മുമ്പിൽ വച്ചു. വടിവാൾ സലീം എന്ന പേര് നൽകിയത് പോലീസാണ്. ഒരു പെറ്റി കേസ് പോലും ഇല്ലാത്തയാളാണ് വടിവാൾ സലീം എന്ന് പ്രതിയായ വടിവാൾ സലീമിന് വേണ്ടി അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. മുൻപ് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടില്ല എന്ന 5-ാം പ്രതിയുടെയും 6-ാം പ്രതിയുടെയും അഭിഭാഷകർ കോടതിയിൽ ചൂണ്ടിക്കാട്ടി. അങ്ങനെ പ്രതിഭാഗത്തിന്റെ വാദവും ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. പ്രതിഭാഗത്തിന്റെ വാദം കേൾക്കുന്നതിനിടയിലാണ് കോടതി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചൂണ്ടിക്കാട്ടിയത്. കോടതി വിധിയെക്കുറിച്ച്, വിധിന്യായത്തെക്കുറിച്ച് കമന്റ് പറയുന്നവർ ആ വിധിന്യായം വായിച്ച ശേഷം വേണം കമന്റ് പറയാൻ എന്നാണ് കോടതി ഈ വാദപ്രതിവാദത്തിനിടെ ചൂണ്ടിക്കാട്ടിയത്. നിതിനിലേക്ക് വീണ്ടും, നിതിൻ, കോടതി കുറച്ച് പ്രകോപിതയായി എന്ന് തോന്നുന്നു. അങ്ങനെ തന്നെയാണ് നമുക്ക് തോന്നുന്നത്. തുടക്കത്തിലും ഇത്തരത്തിൽ പ്രോസിക്യൂഷനുമായി ഒരു തർക്കം കോടതി ഉണ്ടായിരുന്നു. വളരെ കടുത്ത വിമർശനങ്ങളിലേക്ക് അല്ലെങ്കിൽ കടുത്ത വാക്കുകൾ കോടതിക്കുള്ളിൽ പ്രോസിക്യൂഷൻ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിൽ ചില കാര്യങ്ങൾ കൂടി, അതായത് തനിക്ക് നേരെ ഉയർന്നു വരുന്ന വിമർശനങ്ങളെയും ആരോപണങ്ങളെയും ഒക്കെ ഒരു കൃത്യമായ മറുപടി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഈ കോടതി പ്രകോപിതയായി എന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടത്. അതിനൊക്കെയുള്ളൊരു മറുപടിയാണ് നൽകേണ്ടത്. അതായത് അഭിപ്രായം പറയാൻ താല്പര്യമുള്ളവർ വിധിന്യായം വായിക്കട്ടെ, കമന്റ് പറയുന്നവർ അത് തന്റെ വിധിന്യായം വായിക്കട്ടെ എന്ന് തന്നെയാണ്. എന്തൊക്കെ സാഹചര്യത്തിലാണ് ഈ കേസിൽ 4 പ്രതികളെ, ദിലീപ് അടക്കമുള്ള 4 പ്രതികളെ വെറുതെ വിട്ടതെന്ന് വിധിന്യായത്തിൽ കൃത്യമായി ഉണ്ടാകുമെന്നാണ് പറയുന്നത്. കേസ് തുടങ്ങിയ കാലം മുതൽ ഇത്തരത്തിൽ അനാവശ്യമായ വിവാദങ്ങൾ, അനാവശ്യമായ കാര്യങ്ങൾ, അത് നിക്ഷിപ്ത താല്പര്യത്തിന്റെ പുറത്താണ് കോടതിക്കകത്തും കോടതിക്ക് പുറത്തും പലരും പറഞ്ഞിട്ടുള്ളത് എന്നാണ് ഹണി പറയുന്നത്. തന്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ, ക്ഷമിക്കണം, ജഡ്ജി ഹണിയം വർഗീസ് പറയുന്നത്, ഇതിൽ ഈ തന്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ അവർ ഈ കോടതി പറയുന്നുണ്ട്, അല്ലെങ്കിൽ ജഡ്ജി പറയുന്നുണ്ട്, ഹണിയം വർഗീസിന്റെ ഭൂതകാലം തിരയേണ്ടവർ തിരഞ്ഞോളൂ, പക്ഷേ കോടതിയുടെ പ്രവർത്തനത്തെ ബാധിക്കുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാകരുതെന്ന് തുടക്കത്തിൽ തന്നെ താൻ കർശന താക്കീത് നൽകിയിരുന്നു എന്ന് കൂടി ജഡ്ജി ഹണിയം വർഗീസ് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി അവർക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾ അല്ലെങ്കിൽ വിമർശനങ്ങൾ, പല ദിലീപിനെ വെറുതെ വിട്ടതിൽ വലിയ തോതിലുള്ള വിമർശനം ജഡ്ജിക്കെതിരെ ഉണ്ടായിരുന്നു. മുൻപും ഇത്തരത്തിൽ ഈ ഫോറൻസിക് ലാബിലെ റിപ്പോർട്ട് വന്നത് കോടതിയിൽ തന്നെ വെച്ചു, അല്ലെങ്കിൽ അത്തരത്തിൽ പൂഴ്ത്തിവെച്ചു നടക്കമുള്ള ചില വാദങ്ങൾ, ചില ആരോപണങ്ങൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ നേരത്തെ വന്നിട്ടുണ്ട്. ഈ അതിജീവിത പറയുന്നത് അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ പറയുന്നത് പൂർണ്ണമായും കേൾക്കാൻ തയ്യാറാകുന്നില്ല. ഈ അതിജീവിതയ്ക്ക് പല സമയങ്ങളിലും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചോദ്യങ്ങൾ അല്ലെങ്കിൽ വളരെ തുറന്നു പറയാൻ സാധിക്കാത്ത പല കാര്യങ്ങളും ഈ പ്രതിഭാഗം അഭിഭാഷകർ ചോദിക്കുമ്പോൾ അതൊന്നും തടയാൻ ഈ ജഡ്ജി തയ്യാറാകുന്നില്ല തുടങ്ങിയ നിരവധി വിമർശനങ്ങൾ, ആരോപണം, ഇതൊക്കെ കോടതിക്കുള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അടച്ചിട്ട കോടതിക്കുള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത്തരം ആരോപണങ്ങൾ, വിമർശനങ്ങൾക്ക് ഉയർന്നു വന്നിരുന്നു. അതിനൊക്കെയുള്ളൊരു മറുപടി, ദിലീപിനെ വെറുതെ വിട്ടതിലുള്ള ഒരു മറുപടി, തനിക്കെതിരെ കമന്റ് പറയുന്നവർ, ഇക്കാര്യത്തിൽ വലിയ തോതിൽ അഭിപ്രായം പറയുന്നവർ ഈ വിധിന്യായം കൃത്യമായി വായിച്ചോളൂ എന്നാണ് കോടതി പറയുന്നത്. ഏതായാലും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ കേസുകൾ, ചില കോടതി അലക്ഷ്യ ഹർജികളുണ്ട്, കോടതിയുടെ ചില പ്രവർത്തനങ്ങൾക്കെതിരെ സംസാരിച്ചവർ. അപ്പോൾ അത്തരത്തിലുള്ള ചില കേസുകളൊക്കെയാണ് ഇപ്പോൾ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. മാധ്യമപ്രവർത്തകർക്കെതിരെയുള്ള കേസുകളുണ്ട്. DYSP ബൈജു പൗലോസുമായി ബന്ധപ്പെട്ട കേസുകളുണ്ട്. ബാലചന്ദ്രകുമാറുമായി ബന്ധപ്പെട്ട കേസുകളുണ്ട്. അപ്പോൾ ഇത്തരം കേസുകളുണ്ട്.
ശരി, മൂന്ന് നിതിൻ, എന്തായാലും മാധ്യമപ്രവർത്തകർ ഉച്ചയ്ക്ക് ലഞ്ചിന് മുമ്പ് ശിക്ഷാവിധി ഉണ്ടാകുമെന്ന് നമുക്കറിയില്ല. പക്ഷേ ലഞ്ചിന് പിരിയാതെ കോടതി ശിക്ഷ വിധിക്കുമോ എന്നും ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയില്ല. എന്തായാലും ഇന്ന് തന്നെ ശിക്ഷാവിധി ഉണ്ടാകുമെന്ന് കോടതി നേരത്തെ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ദിലീപിനെ കുറ്റമുക്തനാക്കിയ വിധിന്യായം പുറത്തുവരുമോ എന്ന ആകാംക്ഷയോടെ അവരും കാത്തിരിക്കുകയാണ്. എം കെ ഷുക്കൂർ കൂടി ചേരുന്നു. ഷുക്കൂർ, ഈ ഇത്രയും ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ശിക്ഷാവിധി സമീപകാലത്ത് ഉണ്ടായിട്ടില്ല കേരളത്തിൽ. ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിൽ പോലും ഉണ്ടായിട്ടില്ല. ഒരു കോടതിക്കെതിരെ തന്നെ ആരോപണം ഉണ്ടാവുകയും ശിക്ഷാവിധി പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ ആ ശിക്ഷാവിധിയെക്കുറിച്ചുള്ള ഒരു ഒരു ഊമക്കത്ത് പുറത്തു വരിക, ഊമക്കത്ത് അഭിഭാഷകർ ഹൈക്കോടതി ഹാജരാക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇന്ന് ഈ കോടതി വിധിയെക്കുറിച്ച് സമൂഹം മുഴുവൻ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഈ അതിജീവിതയുടെ അഭിഭാഷക അഡ്വക്കേറ്റ് ടി ബി മിനി കോടതിയിൽ ഉണ്ടായിരുന്നില്ല. അതിജീവിതയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, അതായത് അഡ്വക്കേറ്റ് ടി ബി മിനി പ്രകോപിതയാണ്. അല്പവും മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ അവർ തന്നെ പ്രകോപിതയായി സംസാരിക്കുന്നുണ്ട്. കോടതി തന്നെ വാദപ്രതിവാദത്തിനിടയ്ക്ക് കോടതി തന്നെ പ്രകോപിതരാണെന്ന് തോന്നുന്ന രീതിയിലുള്ള ചില പരാമർശങ്ങൾ കോടതിയിൽ നിന്നുണ്ടാകുന്നുണ്ട്. വിധിന്യായത്തെക്കുറിച്ച് അനാവശ്യമായ കമന്റുകൾ സമൂഹത്തിൽ പ്രചരിക്കുന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ മൊത്തത്തിൽ സൊസൈറ്റി എങ്ങനെയാണ് ഈ ഒരു കോടതി വിധിയെ നോക്കിക്കാണുന്നത് എന്നാണ് ഫീൽഡിൽ നിന്ന് മനസ്സിലാവുന്നത്.